റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട 6 കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. 1. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണല്ലോ റബീഉൽ അവ്വൽ. ആ മാസത്തിൽ നമ്മൾ സന്തോഷിക്കണം എന്നുള്ളതാണ്. ആ മാസം വരുന്നതിലും വന്നതിലും നമ്മൾ സന്തോഷിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ റഹ്മത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ റഹ്മത്തിൽ നിങ്ങൾ സന്തോഷിക്കണമെന്നാണ് അള്ളാഹു തആല നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റബീഉൽ അവ്വൽ മാസം വരുന്നതിലും വന്നതിലും നമ്മൾ സന്തോഷിക്കേണ്ടതുണ്ട്. ആ മാസത്തിൽ ദുഃഖിച്ച ഒരാളാണ് ഇബ്ലീസ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോൾ ഇബ്ലീസ് കരഞ്ഞു എന്നാണ്. ഇബ്ലീസ് ദുഃഖിച്ചു. അപ്പോൾ നമ്മൾ ദുഃഖിക്കുകയും കരയുകയും അല്ല വേണ്ടത്, നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കാനുള്ള എന്താണ്? റബീഉൽ അവ്വൽ മാസം വരുന്നതിലും വന്നതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. നമ്മുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാവണം. അപ്പോഴാണ് നമ്മൾ പരിപൂർണ മുഅ്മിനായിട്ട് മാറുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ചില നാടുകളിൽ 1 മുതൽ റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ വീടുകളിലും പള്ളികളിലും മദ്രസകളിലൊക്കെ മൗലിദ് ഉണ്ടാവും. എല്ലാ നാടുകളിലും അങ്ങനെയാണ്. ചില നാടുകളിലൊക്കെ 30 ദിവസവും മൗലിദ് ഓതാറുണ്ട്, അങ്ങനെയും ഉണ്ടാവാറുണ്ട്. ഏതായാലും മൗലിദ് പാരായണം നമ്മുടെ വീട്ടിലും മദ്രസയിലും പള്ളികളിലൊക്കെ നടക്കേണ്ടതുണ്ട്. മാത്രമല്ല മൗലിദ് സദസ്സുകളിൽ നമ്മൾ പങ്കെടുക്കുകയും വേണം. മൗലിദിൻ്റെ സദസ്സുകളിൽ പങ്കെടുക്കുകയും വേണം. വലിയ പുണ്യമുള്ള കാര്യമാണ് അതെല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലെ പള്ളിയിലും മദ്രസയിലുമൊക്കെയായി ബന്ധപ്പെട്ട് മൗലിദ് പരിപാടികൾ ഉണ്ടാവുമ്പോൾ അതിലൊക്കെ പങ്കെടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രമല്ല നമ്മുടെ വീട്ടിൽ നമ്മൾ മൗലിദ് സംഘടിപ്പിക്കുകയും വേണം. റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മൗലിദ് നമ്മുടെ വീട്ടിൽ സംഘടിപ്പിക്കുകയും വേണം. അതിന് നമ്മൾ പണം അയക്കുന്നത് അതിന് വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ മൗലിദ് പാരായണം നമ്മൾ നടത്തണം. നമുക്ക് റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ എല്ലാ ദിവസവും രാത്രി നമ്മൾ ആദ്യം ഫാത്തിഹ, സൂറത്ത് ഇഖ്ലാസ്, മുഅവ്വിദത്തൈനിയൊക്കെ ഓതി നമ്മൾ സലാം ബൈത്ത് ചൊല്ലുക. ആ സലാം ബൈത്ത് ചൊല്ലിയതിന് ശേഷം നമുക്ക് പരിചയമുള്ള മങ്കൂസ് മൗലിദ്, അതിൻ്റെ ഒരു ഹദീസും അതുപോലെ അതിൻ്റെ ബെയ്ത്തും ചൊല്ലുക. ഇങ്ങനെ നമുക്ക് പരിചയമുള്ള മൗലിദ് തന്നെ ഓതിയാലും മതി. അങ്ങനെ നമുക്ക് അറിയുന്നത് പോലെ നമ്മൾ മൗലിദ് പാരായണം നടത്തണം. മൗലിദ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ ആണ് നമ്മൾ പറയുന്നത്. പറയലായാലും അത് ചൊല്ലലായാലൊക്കെ മൗലിദിലൂടെ അത് നടക്കുന്നത്. അപ്പോൾ അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അത് നമ്മൾ റബീഉൽ അവ്വലിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ മൂന്നാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു പുസ്തകം നമുക്ക് വായിക്കാം. ഒരു പുസ്തകം നമുക്ക് വായിക്കാം, പൂർണ്ണമായിട്ടത് വായിക്കുക. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയുന്ന നബി തങ്ങളുടെ ഓരോ വിഷയങ്ങൾ പറയുന്ന വയലുകൾ, പ്രഭാഷണങ്ങൾ, ക്ലാസ്സുകൾ, ഇതൊക്കെ നമുക്ക് കേൾക്കാം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കുകയും കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യണം. ഇനി അങ്ങനെ നമ്മൾ
ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമാണല്ലോ, ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണല്ലോ. അതുകൊണ്ട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. എൻ്റെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവരാണ് എന്നോട് സ്വർഗത്തിൽ ഏറ്റവും അടുത്തുണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകം നമ്മൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. ധാരാളം സ്വലാത്ത്, കഴിയുന്നത്ര സ്വലാത്ത് നമ്മൾ ചൊല്ലണം എന്നുള്ളതാണ്. അഞ്ചാമതായിട്ട് പറയാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പരിപാടികൾക്ക് വേണ്ടി നമ്മുടെ പള്ളിയിൽ നിന്നും മദ്രസയിൽ നിന്നും ഒക്കെ നമ്മളെ സമീപിക്കും. സ്വതക്ക നൽകാൻ വേണ്ടി, പരിപാടിയിലേക്ക് ചെലവിലേക്ക് പൈസ നൽകാൻ വേണ്ടി നമ്മളോട് പറയുമ്പോൾ അതിന് നമ്മൾ സംഭാവന നൽകണം, സ്വതക്ക നൽകണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട പരിപാടിക്കാണ് അവർ പൈസ ചോദിക്കുന്നത്, സ്വതക്ക ചോദിക്കുന്നത്. അപ്പം നമ്മൾ അത് കൊടുക്കണം. അത് എന്തിനാണ്? നല്ല കാര്യത്തിന് വേണ്ടിയാണ് അത് ചിലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത് നമുക്ക് കഴിയുന്നത് പോലെ നമ്മൾ കൊടുക്കണം. അങ്ങനെ സ്വതക്ക കൊടുത്താൽ വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഉഹദ് മലയോളം എനിക്ക് സ്വർണമുണ്ടായിരുന്നുവെങ്കിൽ അത് മുഴുവനും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിന് വേണ്ടി ചെലവഴിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ മഹാന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. മൗലിദിന്, നബിതങ്ങളുമായി ബന്ധപ്പെട്ടതിനൊക്കെ പണം ചെലവഴിക്കണം എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ ഒരു സംഖ്യ അതിലേക്ക് നൽകണം എന്നാണ് മറ്റൊന്ന് പറയാനുള്ളത്. ആറാമതായിട്ട് പറയാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ, നിർബന്ധമായ കാര്യങ്ങൾ, സുന്നത്തായ കാര്യങ്ങൾ, അതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരികയും നബിതങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അഥവാ ഒഴിവാക്കാൻ പറഞ്ഞ, ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നബിതങ്ങൾക്ക് അതുപോലെ അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൽപ്പിച്ച നന്മകൾ ചെയ്യുകയും തിന്മകൾ ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. നബി തങ്ങളെ പറ്റി നമ്മൾ നമ്മുടെ മക്കൾക്ക് പരിചയപ്പെടുത്തണം, പഠിപ്പിച്ചു കൊടുക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബത്ത്, സ്നേഹം മക്കളുടെ മനസ്സിലേക്കും നമ്മൾ പകർന്നു കൊടുക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോജിസത്തായ, ഏറ്റവും വലിയ മോജിസത്തായ പരിശുദ്ധ ഖുർആൻ, അത് നമ്മൾ ഓത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യണം റബീഉൽ അവ്വൽ മാസത്തിൽ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാനും അവിടുത്തെ ചര്യകൾ പിൻപറ്റാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ.